കേരളത്തിലെ പൊതുജനങ്ങൾ പിണറായി വിജയനെ തോൽപ്പിച്ചു. പക്ഷേ പിണറായി വിജയനെ തോൽപ്പിച്ചതിലൂടെ സ്വയം തോറ്റുപോയ ഒരു മലയാളി സമൂഹമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഈ മാസം 4-ാം തീയതി വരെ എത്ര മനോഹരമായിട്ട് പോയിരുന്ന കേരളമാണിത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണസ്തംഭനം ഉണ്ടായിരുന്നോ? കറണ്ട് കട്ടുണ്ടായിരുന്നോ? ഒന്നുമില്ലല്ലോ. പക്ഷേ ഇപ്പോഴെന്താണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം കഴിഞ്ഞ 10 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് സ്റ്റക്കാണ്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആർക്കും തന്നെ തെരുവിലിറങ്ങാനോ സമരം ചെയ്യാനോ ആയിട്ട് താല്പര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അവർക്ക് ഇങ്ങനത്തെ കാര്യത്തോടൊന്നും ഒരു താല്പര്യമില്ല. പക്ഷേ അവർ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരും. ഏകദേശം 2 ആഴ്ച മാത്രമാണ് സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത്. ഈ 2 ആഴ്ച മാത്രം സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സമയത്തും ആവശ്യത്തിനുള്ള പുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇന്നേ വരെ പാഠപുസ്തകങ്ങൾ മുടങ്ങിയിട്ടില്ല. പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകങ്ങൾ സ്കൂളിലെത്തിയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമസ്കാരം സാർ. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇപ്പോൾ ഏകദേശം 10-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇപ്പോഴും നമുക്കൊരു മുഖ്യമന്ത്രി ഇല്ല എന്ന് മാത്രമല്ല, ഒരു മന്ത്രിസഭയില്ല, ഒരു ഭരണകൂടമില്ല. കേരളം ഏകദേശം അനാഥമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. എന്ന് പറയുമ്പോൾ ടെക്നിക്കലി ഒരു ഭരണസ്തംഭനമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ആഴ്ചയിൽ തന്നെ ബോർഡ് എക്സാംസിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കണം, അതിന് പറ്റുന്നില്ല. 1-2 ആഴ്ച കഴിഞ്ഞാൽ അധ്യയന വർഷം തുടങ്ങും. അതെങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. ഒരുപാട് ഫയലുകൾ ഒപ്പിടാൻ കിടക്കുന്നു. ഇതൊക്കെ എന്ന് അവസാനിക്കും ഈ രാഷ്ട്രീയ നാടകങ്ങളെല്ലാം? കാരണം കേരളത്തിലെ പൊതുജനങ്ങൾ പിണറായി വിജയനെ തോൽപ്പിച്ചു. പക്ഷേ പിണറായി വിജയനെ തോൽപ്പിച്ചതിലൂടെ സ്വയം തോറ്റുപോയ ഒരു മലയാളി സമൂഹമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 5 മണിയോടടുത്ത് സമയമായിട്ടുണ്ട്. ഏകദേശം 5:30 ഇന്നൊരു 30 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്ക് മല്ലികാർജുൻ ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ളൊരു മീറ്റിംഗ് നടക്കാനുണ്ട്. അതിനുശേഷം പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതിനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനും സാധിക്കത്തില്ല. അത് അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇന്ന് വൈകിട്ട് 9 മണിയോട് കൂടിയിട്ടാണ് ദീപാദാസ് മുൻഷി ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തുക. അപ്പോൾ ദീപാദാസ് മുൻഷിയുടെ കേരള സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ പാണക്കാട് പോയിട്ട് പാണക്കാട് തങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നാളത്തെ ഒരു ദിവസമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. കാരണം 13-ാം തീയതി കോൺഗ്രസിന് അത്ര ഉചിതമായിട്ടുള്ള തീയതിയല്ല എന്നാണ് ജ്യോത്സ്യന്മാർ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും 3 നായന്മാരാണല്ലോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സര രംഗത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളികളൊക്കെ ഇരുന്നിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഈ മാസം 4-ാം തീയതി വരെ എത്ര മനോഹരമായിട്ട് പോയിരുന്ന കേരളമാണിത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണസ്തംഭനം ഉണ്ടായിരുന്നോ? കറണ്ട് കട്ടുണ്ടായിരുന്നോ? ഒന്നുമില്ലല്ലോ. പക്ഷേ ഇപ്പോഴെന്താണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം കഴിഞ്ഞ 10 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് സ്റ്റക്കാണ്. ക്ലിഫ് ഹൗസും കണ്ടോൺമെൻറ് ഹൗസും ഒഴിഞ്ഞു കിടക്കുകയാണ്. ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞു, പക്ഷേ കണ്ടോൺമെൻറ് ഹൗസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നു എനിക്ക് തോന്നുന്നു. കാരണം എന്തൊരു വിരോധാഭാസമാണിത്. വോട്ട് ചെയ്ത മലയാളിയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശനാണെങ്കിൽ വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ ആണെങ്കിൽ കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ആണെങ്കിൽ രമേശ് ചെന്നിത്തല. കാരണം മുൻപൊക്കെ കോൺഗ്രസിനകത്ത് നടന്നിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ പാർലമെൻ്ററി പാർട്ടി വിളിച്ചു കൂട്ടുന്ന കോൺഗ്രസിൻ്റെ അതിനകത്തുനിന്ന് ഒരു ഭൂരിപക്ഷമുള്ള MLA-മാരുടെ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള MLA-മാരുടെ അഭിപ്രായ പ്രകാരം ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. അത് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഇതാണൊരു സ്വാഭാവിക നടപടി എന്ന് പറയുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് ഇല്ലാത്ത പിന്തുണ ഉണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് വി.ഡി. സതീശനും, കാരണം ഇതെല്ലാം ജനവികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂലിക്കെടുത്ത കുറേ കൂലിപ്പട്ടാളക്കാർ തിരുവനന്തപുരത്തും തുടങ്ങി കാസർഗോഡ് വരെയുള്ള ചില സ്ഥലങ്ങളിൽ ഇറങ്ങുകയും അവരെല്ലാം ഈ ന്യൂസ് വീഡിയോ ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് അഭിപ്രായം പറയിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു PR വർക്ക് നടത്തി കഴിഞ്ഞാൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം മാറുമോ? അതാണോ ജനവികാരം എന്ന് പറയുന്നത്? ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ആർക്കും തന്നെ തെരുവിലിറങ്ങാനോ സമരം ചെയ്യാനോ ആയിട്ട് താല്പര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അവർക്ക് ഇങ്ങനത്തെ കാര്യത്തോടൊന്നും ഒരു താല്പര്യമില്ല. പക്ഷേ അവർ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരും. അവരുടെ കുട്ടികളുടെ SLC പരീക്ഷയുടെ റിസൾട്ട് ഈ മാസം 15-ാം തീയതി പ്രഖ്യാപിക്കാതിരുന്നാൽ, ഇന്നിപ്പം എഡ്യൂക്കേഷൻ ഡയറക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, റിസൾട്ട് പ്രഖ്യാപിക്കും, മന്ത്രി ഇല്ലെങ്കിലും റിസൾട്ട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പം സ്കൂൾ തുറക്കാനായിട്ട് ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? ഏകദേശം 2 ആഴ്ച മാത്രമാണ് സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത്. ഈ 2 ആഴ്ച മാത്രം സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സമയത്തും ആവശ്യത്തിനുള്ള പുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇന്നേ വരെ പാഠപുസ്തകങ്ങൾ മുടങ്ങിയിട്ടില്ല. പാഠപുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകങ്ങൾ സ്കൂളിലെത്തിയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആരുമില്ലാത്തൊരവസ്ഥയല്ലേ.
ഇതുപോലത്തെ ഒരു ഭരണസ്തംഭനം ഇതിനു മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് കൂടാതെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഇലക്ട്രിസിറ്റിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ ഡാമുകളിലില്ല, പുറത്തുനിന്ന് നമ്മൾ വൈദ്യുതി വാങ്ങിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒരുപാട് നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യത്തിന് പോലും മന്ത്രിമാരെ ഇവിടെ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ ഇവിടെ അധികാരം ഏൽക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അവസ്ഥ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇതിനു മുമ്പ് LDF പ്രവർത്തനങ്ങളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ്, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ പലരും LDF വോട്ട് ചെയ്തതിനോർത്ത് ദുഃഖിക്കുന്നുണ്ടാവില്ലേ? എനിക്കൊന്ന് ഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ ജനങ്ങളും ദുഃഖിക്കാനായിട്ടാണ് സാധ്യതയുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് സ്കൂളുകളുടെ മെയിൻ്റനൻസ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫണ്ട് ആരനുവദിക്കുന്നേ? ഒരു മിനിസ്ട്രി വേണമല്ലോ. അതോടൊപ്പം തന്നെ നികുതികൾ പിരിച്ചെടുക്കേണ്ട ആവശ്യമില്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണ്ടേ? മഴക്കാലം തുടങ്ങാൻ വേണ്ടി പോവല്ലേ? ധനകാര്യ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, ക്രമസമാധാന പാലനമൊക്കെ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ചെയ്തോളും. DGP ഉൾപ്പെടുന്ന ആ ഒരു പോലീസ് സേനയുടെ സംവിധാനങ്ങളിൽ കൂടെ നടന്നു പോയിക്കോളും. പക്ഷെ അതിനൊരു വകുപ്പ് മന്ത്രി വേണ്ടേ? അല്ലെങ്കിൽ ഇവിടെ പോലീസ് രാജായിരിക്കില്ല നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാതെ ഉള്ള ഒരു പ്രവർത്തനമാണ്, ഉത്തരവാദിത്തരഹിതമായ പ്രവർത്തനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ കക്ഷിയിൽ KC വേണുഗോപാലിന് ഭൂരിപക്ഷമുണ്ട്. KC വേണുഗോപാൽ മന്ത്രിയാകട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനദണ്ഡമാണ് പരിഗണിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കാണ് ഭൂരിപക്ഷമുണ്ട് എന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവട്ടെ. മറിച്ച് VD സതീശനാണ് പിന്തുണയുള്ളതെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയാവട്ടെ. കോൺഗ്രസ് MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണയുള്ള കോൺഗ്രസ് നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെന്നേ. അതിനെന്തിനാണ് ഇത്ര താമസിപ്പിക്കുന്നത്? ആരുടെ എന്ത് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി മീഡിയ വൺ ടീമും കൂടെ സെറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയ്ക്ക് പുറകെ അതാണ് ജനവികാരം എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം നാളുകളിൽ കോൺഗ്രസിന് അനുഭവിക്കേണ്ടി വരും, പ്രതിഷേധം അനുഭവിക്കേണ്ടി വരും. ഇത് യാഥാർത്ഥ്യമാണ് പറയുന്നത്. കാരണം ഇതൊന്നും ആലോചിച്ച് നോക്കിയാൽ 10 ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം സ്തംഭിക്കുന്നൊരവസ്ഥ. അവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. എല്ലാ മന്ത്രിമന്ദിരങ്ങളും ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മന്ത്രിമന്ദിരങ്ങളിലേക്കും പുതിയ മന്ത്രിമാരെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. പക്ഷെ പുതിയ മന്ത്രിമാരെത്തുന്നില്ല. 23-ാം തീയതി വരെ ഗവർണർക്ക് ഒരു റോളില്ല, ഗവർണർ അക്ഷരം മിണ്ടത്തില്ല. പക്ഷേ 23-ാം തീയതി കഴിഞ്ഞ് 24-ാം തീയതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഗവർണർ എന്താ ചെയ്യുക എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാലോ. ഗവർണർക്ക് പ്രസിഡൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതേ ഗവർണർ തമിഴ്നാട്ടിൽ എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയെന്ന് അറിയണം. ഇത് കൂടാതെ തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസ് നേടാൻ പോകുന്ന അടുത്ത പ്രശ്നമുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ പോകുന്ന സമയത്ത് എല്ലാ നിയമസഭാ കക്ഷി നേതാവ്, കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവായിട്ടായിരിക്കും കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി വരിക. ബാക്കി എല്ലാ ഘടകകക്ഷികളും ഈ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നു എന്ന് കാട്ടി കത്ത് കൊടുക്കേണ്ടി വരും ഗവർണർക്ക്. ആ കത്ത് കൊടുക്കാനായിട്ട് മുസ്ലിം ലീഗ് തയ്യാറാവാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ലേ? അങ്ങനത്തെ ഒരു പ്രശ്നം വരുമോ ഇല്ലയോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കരുതുന്നത് ദീപാദാസ് മുൻഷി ഇന്ന് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതും നാളെ ഒരുപക്ഷെ തങ്ങളെ കണ്ടേക്കാം. അല്ലെങ്കിൽ കേരളത്തിലേക്കാണ് വരുന്നത്, തിരുവനന്തപുരത്തേക്കാണോ കോഴിക്കോട്ടേക്കാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ കോഴിക്കോട്ടേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ സാഹചര്യങ്ങൾക്കൊരു മാറ്റം വേണ്ടേ? കോൺഗ്രസ് ആണ് ഈ UDF നയിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഔദാര്യം വേണ്ടി വരുന്നു എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളുടെ ഔദാര്യം വേണ്ടി വരുന്നു എന്ന് പറയുമ്പോഴത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിഭയാനകമല്ലേ അത്? നാളുകളിൽ ഈ പറയുന്ന കോൺഗ്രസ് മിനിസ്ട്രിയെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഈ ഘടകകക്ഷികളായിരിക്കില്ലേ? പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു ഘടകകക്ഷിയായിരിക്കില്ലേ? എല്ലാവരും ഈ പ്രാവശ്യം ലക്ഷ്യം വെക്കുന്നത്, കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ മറ്റ് ഘടകകക്ഷികൾ ഉൾപ്പെടെ എല്ലാവരും ലക്ഷ്യം വെക്കുന്ന എനിക്ക് തോന്നുന്നത് കച്ചവടമാണോ എന്ന് എനിക്ക് തോന്നുന്നു. കച്ചവടത്തിനപ്പുറത്ത് ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തെക്കുറിച്ചോ ഈ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ചോ, അല്ലെങ്കിൽ ഈ നാട്ടിലെ നമ്മുടെ സ്കൂളുകൾ തുറക്കാൻ പോകുന്നു, അപ്പോൾ തങ്ങളുടെ നാട്ടിലെ കുരുന്നുകൾക്ക് സ്കൂളുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നൊക്കെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആകുലതകളുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മുന്നണിയായിരുന്നു UDF എങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും ദിവസമൊന്നും നീണ്ടുപോകത്തില്ല. എല്ലാ ഘടകകക്ഷികളും അസ്വസ്ഥതയിലാണ്, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അസ്വസ്ഥതയിലാണ്. എന്നാൽ പിന്നെ ആരാണ് ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാവാതെ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗാണ് VD സതീശനെ മാത്രമേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ പാടുള്ളൂ എന്നതിൽ ഉറച്ചു നിന്നിരുന്നത്. ഏതൊക്കെയാലും ഒരു കാര്യം പറയാം,
കേരളത്തിൻ്റെ ഒരു പുതിയ മുഖ്യമന്ത്രി വരേണ്ടതുണ്ട്. ഇവിടെ ഭരണസ്തംഭനം ഒഴിവാക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സുഖമായിട്ട് സ്കൂളുകളിൽ പോകേണ്ടതുണ്ട്. ഇവിടുത്തെ ക്രമസമാധാനം കൃത്യമായിട്ട് പാലിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ അക്രമവും അഴിമതിയും ഒന്നും ഉണ്ടാവാത്ത നല്ലൊരു സർക്കാർ അടിയന്തരമായിട്ട് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്ന് പ്രതീക്ഷിക്കാം. ബാക്കി തീരുമാനിക്കേണ്ടത് ഡൽഹിയിലിരിക്കുന്ന 3-4 കൈവിരലെണ്ണാൻ സാധിക്കുന്ന 3-4 പേരടങ്ങിയ ഹൈക്കമാൻഡാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക.